square base pyramid, in case of pyramids, all the edges, that are the longer edges moving from the corners of the base, will join at a common point which is termed as apex or the top of the axis, and these edges are termed as slant edges, whereas for the base the edges are termed as base edges, and we have base corners. And one more important thing, here the question is a square pyramid of 35 mm side of base and 60 mm axis length എന്ന് പറയുമ്പോൾ ഹൈറ്റ് റെസ്റ്റ് ഓൺ HP. അപ്പോൾ HP റെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഒന്നും ചിന്തിക്കണ്ട. ആക്സിസ് ഇസ് പെർപെൻഡിക്കുലർ ടു HP ആണ്. റെസ്റ്റ് ഓൺ HP ഓൺ വൺ ഓഫ് ദി കോർണർ ഓഫ് ദി ബേസ്. അപ്പോൾ മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ ഇറ്റ് ഈസ് റെസ്റ്റ് ഓൺ HP ഓൺ ദി എഡ്ജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബേസ് എഡ്ജ് അല്ലേ. ഈ കേസിൽ കോർണറാണ്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിക്ക് എഡ്ജിൻ്റെ മേലെ റെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കോർണറിൻ്റെ മേലെ റെസ്റ്റ് ചെയ്യും. അത് ഉറപ്പ്, അല്ലെങ്കിൽ ഒന്നിൻ്റെ മേലെ റെസ്റ്റ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കും മനസ്സിലാക്കണം, ഇത് കോർണറാണോ എഡ്ജാണോ റെസ്റ്റ് ചെയ്യുന്നത്, അത് ശരിക്കും മനസ്സിലാക്കണം. അവിടെ നിങ്ങൾ ഫെയിലായി പോയാൽ പിന്നെ എല്ലാം കൊളായി പോവേ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കെയർഫുൾ ആയിരിക്കണം. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. എ സ്ക്വയർ പിരമിഡ് ഓഫ് 35 mm സൈഡ് ഓഫ് ബേസ് ആൻഡ് 60 mm ആക്സിസ് ലെങ്ത് റെസ്റ്റ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ ഓഫ് ദി ബേസ് സച്ച് ദാറ്റ് the base edges containing the corner on which it rests make equal inclination with the HP. Okay, with the HP. Draw the projections of the pyramid when the axis of the pyramid is at an angle of 30 degree. When the axis of the pyramid is inclined at an angle 40 degree and 40 degree with HP and 30 degree with VP. അപ്പോൾ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP എന്ന് പറയുമ്പോൾ VP പറയും പിന്നെ ഈ ആക്സിസ് എൻ്റെ ആണ്, അപ്പോൾ HP പറയും അല്ല അത് എൻ്റെ ആണെന്ന് പറയും. അപ്പോൾ രണ്ടാണ് നമ്മുടെ വലിയ പ്രശ്നത്തിലാവുള്ളത്. കാരണം ആക്സിസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP ആണ്. അപ്പോൾ VP പറയും നീ എന്നിലേക്ക് പോകാമെന്ന് പറയും പിരമിഡോട്. ആക്സിസ് മറ്റേ HP പറയും അത് ഈ പിരമിഡ് എൻ്റെ ആണെന്ന് പറയും. അപ്പോൾ പിരമിഡിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആരോടൊപ്പം പോകും? ഞാൻ VPയോടൊപ്പം പോകണമോ, ഞാൻ HPയോടൊപ്പം പോകണമോ? പിരമിഡ് മൊത്തം കൺഫ്യൂഷനിലാവുള്ളത് കേട്ടോ. അപ്പം എന്ത് ചെയ്യുക? അപ്പോൾ ടോസ് വെച്ചപ്പോൾ എന്താ മനസ്സിലായെന്നറിയാം, ഈ കോർണർ HP-ലാവുള്ളത്. പിന്നെന്ത് ചെയ്യുന്നു, പിരമിഡ് പറഞ്ഞു HP ഐ ആം കമ്മിങ് വിത്ത് യു എന്ന് പറഞ്ഞു. അങ്ങനെ പിരമിഡ് HP-ൻ്റെ അപ്പുറം പോയി. അങ്ങനെ വേണം നിങ്ങളുടെ പ്രോബ്ലം മനസ്സിലാക്കാൻ. സോ ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് കോർണർ ഓൺ HP. സോ നമ്മുടെ സിമ്പിൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്ത് വേണം, ആക്സിസ് ഹാസ് ടു ബി പെർപെൻഡിക്കുലർ ടു HP. ആ വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്ക്വയർ പിരമിഡിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു HP എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മേലേന്ന് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രൂ ഷേപ്പിലുള്ള ബേസ് കിട്ടും. ട്രൂ ഷേപ്പിലുള്ള ബേസിൽ നിന്നാണ് നമ്മളെപ്പോഴും തുടങ്ങേണ്ടത്. ട്രൂ ഷേപ്പിൽ കിട്ടുന്ന ബേസ് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP എന്ന് മനസ്സിലാക്കി. ഒന്നാമത്തെ ഒരു റെസ്റ്റ് ചെയ്യുന്നത് HP-ലാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ പിരമിഡ് ആക്സിസിൻ്റെ സ്വന്തമായി, അല്ല പിരമിഡ് HP-ൻ്റെ സ്വന്തമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പിരമിഡ് നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് വെക്കുന്നു. അതായത് ആക്സിസ് HP-ക്ക് പെർപെൻഡിക്കുലറായിട്ട് വെക്കുക. ഒന്നും നോക്കണ്ട, ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP-ക്ക് വെക്കുക. ഉടൻ തന്നെ നമ്മൾ മേലെ നോക്കുക. ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP ആണെങ്കിൽ നമ്മൾ എവിടെ നോക്കണം, ഫ്രണ്ടിൽ നിന്ന് നോക്കണം. ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP ആണെങ്കിൽ നമ്മൾ എവിടെ നോക്കണം, ടോപ്പിൽ നിന്ന് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രൂ ഷേപ്പിലുള്ള ബേസ് കിട്ടും. ആ ബേസിൽ നിന്ന് വേണം നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ സപ്പോസ് ഇതേ പ്രോബ്ലം തന്നെ ആക്സിസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് കോർണർ ഓൺ VP നാം എന്ത് ചെയ്യണം. അപ്പോൾ പിരമിഡ് പറയും ഞാൻ VPയുടെ സ്വന്തമാണ്, ഞാൻ VPൻ്റെ കൂടെ പോവുകയാണെന്ന് പറയും. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം അതായത് പിരമിഡ് VPക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഉടൻ തന്നെ ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP ആയിട്ട് പ്ലേസ് ചെയ്യുക. അതായിരിക്കണം സിമ്പിൾ പൊസിഷൻ. എന്നിട്ട് യു ഹാവ് ടു ലുക്ക് ഫ്രം ഫ്രണ്ട് സോ ദാറ്റ് ട്രൂ ഷേപ്പ് ഓഫ് ദി ബേസ് എവിടെ കിട്ടും, VPയിൽ കിട്ടും. എന്നിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ ആ സ്റ്റൈൽ വേണം. മറ്റേത് വാ ഷേപ്പ് HP-യിൽ ആദ്യം വരക്കുമ്പോൾ വാ ഷേപ്പിലും VPയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഷേപ്പിലാണ് വരിക. VPയുടെ പ്രോബ്ലം വളരെ റെയറായിട്ട് ഒരു 10% ചാൻസേ ഉള്ളൂ.
പ്രോബ്ലം കൂടുതലായിട്ട് ചോദിക്കുക എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നതാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. Now the same question, a square pyramid of just 35 mm ആയിക്കോട്ടെ, ബേസ് സൈഡ് ആക്സിസ് 60 mm long, has a square pyramid of 35 mm base side and axis 60 mm long rest on HP on a corner. Okay, on a corner a square pyramid base at 35 mm and axis 60 mm long rest on HP on a corner. Axis inclined at 40 degree to HP and 30 degree with VP. Draw its projections. അതായത് ഇതിൻ്റെ വീഡിയോസ് എൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് നിങ്ങൾ എഴുതിയെടുക്കാൻ. ഞാനത് ജസ്റ്റ് അതിൻ്റെ ഒരു ഓർമ്മയിൽ ഈ ക്വസ്റ്റ്യൻ തന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി എന്താണ് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആണെന്ന് മനസ്സിലായി. പിന്നെ മനസ്സിലായി ഇറ്റ് ഈസ് റെസ്റ്റ് ഓൺ ഒരു കോർണറിൻ്റെ മേലെയാണ്, അത് ഒരു കോർണറാണ് റെസ്റ്റ് ചെയ്യുന്നത്, എഡ്ജ് അല്ല എന്ന് മനസ്സിലായി. ആ കോർണർ എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്, എച്ച് പിയിലാണോ വി പിയിലാണോ, അത് റെസ്റ്റ് ചെയ്യുന്നത് എച്ച് പിയിലാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പ്രോബ്ലം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, സിമ്പിൾ ക്വസ്റ്റൻ എങ്ങനെ വെക്കണം, അതായത് ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ്. ഈ പിരമിഡിൻ്റെ ഇതാണ് എഡ്ജ്, ഇതിന് പറയും കോർണർ. ഈ കോർണർ റെസ്റ്റ് ചെയ്യുന്നത് ഓൺ ദി ആക്സിസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് എസ് പി ആൻഡ് വി പി എന്ന് മനസ്സിലായി. ദ കോർണർ ഈസ് റെസ്റ്റ് ഓൺ എസ് പി എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഒന്നും ചെയ്യേണ്ട. ഈ പിരമിഡിനെ നിങ്ങൾ ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിന് ഇങ്ങനെ അങ്ങ് വെക്കുക, കുത്തനെ അങ്ങോട്ടേക്ക് വെക്കുക. അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എഡ്ജല്ല കോർണറാണ് റെസ്റ്റ് ചെയ്യുന്നത്. എഡ്ജാണ് റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഏത് എഡ്ജാണോ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നത് ആ എഡ്ജിൽ നിന്ന് എക്സ് വൈ ലൈനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ദാറ്റ് ലൈൻ ഹാസ് ടു ബി പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അതിനാൽ കോർണർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രത്യേകത, കോർണർ റെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ, ഇത് സപ്പോസ് ഇത് വി പി ആണെങ്കിൽ, ഇത് എച്ച് പി, ഇത് വി പി ആണെങ്കിൽ, ഈ എച്ച് പിയിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ ഈ ലെവലിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇതേമാതിരി പ്ലേസ് ചെയ്യണം. അതായത് സപ്പോസ് ഈ കാണുന്ന വൈറ്റ് ബോർഡ് നിങ്ങൾ എച്ച് പി ആണെന്ന് മനസ്സിലാക്കി വിചാരിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്, ഇത് വി പി, ഇത് എച്ച് പി ആണെന്ന് കരുത്. അപ്പം ഇതാണ് നമ്മുടെ എക്സ് വൈ ആണെങ്കിൽ ദിസ് ഈസ് ഈ വൈറ്റ് ബോർഡ് എച്ച് പി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് എക്സ് വൈ ലൈൻ, ഇത് എച്ച് പി, ഇവിടുന്ന് ഇങ്ങനെ വരുന്നത് വി പി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഇതേമാതിരി ഇങ്ങനെ ഇത് എച്ച് പിയും ഇത് വി പി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ എങ്ങനെ വെച്ചത്, ഇറ്റ് ഈസ് റെസ്റ്റ് ഓൺ എഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വെച്ചു, ശരിയല്ലേ. എന്നിട്ട് ടോപ്പ് വ്യൂ വരച്ചു, ഫ്രണ്ട് വ്യൂ ഇവിടെയും വരച്ചു. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ കിട്ടും, ഇതേമാതിരി ട്രയാങ്കിൾ ഇവിടെ കിട്ടും. ടോപ്പ് വ്യൂ നമുക്കൊരു സ്ക്വയറും കിട്ടും. എന്നിട്ട് ഇങ്ങനെ സമയത്തല്ല, ശരിയല്ല, കടത്തില്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഈ കേസിൽ നമ്മൾ പലക്കും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എഡ്ജാകുമ്പോൾ ഇങ്ങനെ വരക്കണം, കോർണറാകുമ്പോൾ നമ്മൾ ഇങ്ങനെ വരക്കാൻ പാടുള്ളൂ, ഇങ്ങനെ. അതായത് ഈ കോർണർ, അതായത് ഇവിടുത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ എഡ്ജ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചല്ലോ, ഇവിടത്തേക്ക് ഇങ്ങനെ ഒരു എഡ്ജ് വരച്ചല്ലോ, ഇത് പെർപെൻഡിക്കുലർ. പക്ഷേ ഈ കേസിൽ ഇതേമാതിരി തന്നെ, പക്ഷേ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെക്കണം. എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ കാണില്ലേ, ഈ കാണുന്ന ആംഗിൾ, ആ ആംഗിളും അതേമാതിരി ഇതിൻ്റെ താഴെ വരുന്ന, ഇതിൻ്റെ താഴെ ഇവിടെ ഈ ആംഗിളും, അത് രണ്ടും ഒരേ ആംഗിൾ വരത്തക്ക വിധത്തിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഈ രണ്ടിനും മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല, ബാക്കിയെല്ലാം സെയിമാണ്. കോർണർ റെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകതയും അതേമാതിരി എഡ്ജ് റെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകതയും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ആക്സിസ് ഇൻക്ലൈൻഡ് ബോത്ത് എസ് പി ആൻഡ് വി പി ആണെന്ന് മനസ്സിലായി.
കോർണർ റെസ്റ്റ് ചെയ്യുന്നത് എച്ച് പിയിലാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് കോർണർ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ വെക്കുക. നൗ ദിസ് ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ്. പിന്നെ കോർണർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തിരിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ കോർണറിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ എക്സ് വൈ ലൈനിലേക്ക് വരച്ചാൽ ദാറ്റ് ഹാസ് ടു ബി ഈക്വൽ ഇൻക്ലിനേഷൻ വിത്ത് ദിസ് ബേസ് എഡ്ജ്. എന്നിട്ട് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ കിട്ടുന്ന വ്യൂ ആണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ അപ്പോൾ കിട്ടുന്ന വ്യൂ എന്തായിരിക്കും, ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ എവിടെ കിട്ടുക, എച്ച് പിയിൽ. അത് വേണം ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡ്രോ ദി എക്സ് വൈ ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു സർട്ടൻ ഒരു പോയിന്റ് ഒരു ലൈൻ ഞാൻ താഴോട്ട് ഇങ്ങനെ വരച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൂടി വരച്ചു. കറക്റ്റല്ല? ഇവിടെ നമുക്ക് എന്താ അറിയാം, സ്ക്വയറാണ് മനസ്സിലായി. സ്ക്വയർ നമുക്ക് 35. അപ്പോൾ നമ്മളിവിടെ ഒരു റൈറ്റ് സൈഡിലാണ് സ്ക്വയർ വരച്ചു. 35 35 35 35 35. ഞാൻ ഈ രണ്ട് സ്ക്വയർ പേര് രണ്ടും കൂടി ജോയിൻ ചെയ്തു, ഡയഗണൽ കിട്ടി. ശരിയല്ലേ? അതിന് പേര് കൊടുത്തു എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഓക്കെ, എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ദിസ് ലൈൻ ഈസ് വെരി തിൻ ലൈൻ. അങ്ങനെ ഇവിടെ ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ കൊടുത്തു, ഡി. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് ഞാൻ ചെയ്തു, ഇവിടെ ഇങ്ങോട്ടേക്ക് എടുത്തു. സോ ഐ ഗോട്ട് ദി പോയിന്റ് ബി. ഇൻ ബിറ്റ്വീൻ ഡി ആൻഡ് ബി ഐ ഗോട്ട് ദി സെൻറ്റർ പോയിന്റ്. ഓക്കെ അല്ലേ? ഇനി ഇത് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആണ്. സോ ഡ്രോ വൺ മോർ ലൈൻ. ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇവിടെ എടുക്കുക, ഈ ഡിസ്റ്റൻസ് ഇവിടെ എടുക്കുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഈ ഭാഗത്ത് ഇത് സിയും കിട്ടി, അതേമാതിരി എയും കിട്ടി. എല്ലാം കൂടി ജോയിൻ ചെയ്യാം. സി, ഇതാണ് നമ്മുടെ എന്താ പറഞ്ഞാൽ ടോപ്പ് വ്യൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ലൈനിന് പാരലായിട്ട് നമ്മുടെ എഡ്ജിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ വരച്ചില്ലേ, ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നമ്മൾ എഡ്ജ് പ്ലേസ് ചെയ്തേ നമ്മുടെ സ്ക്വയർ അല്ല. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു, ഒരു പോയിന്റ് ഇവിടെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. സോ നമുക്കറിയാം സ്ക്വയർ പിരമിഡിൻ്റെ കേസിൽ ഇതെത്ര വരിക, 45 ഡിഗ്രിയാണ്. ഇത് 45 ഡിഗ്രിയാണ് നമുക്കറിയാം. അതിനൊരു തിൻ ലൈൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. 45 ലൈൻ വരച്ചു, 45 ലൈൻ വരച്ചു. സോ ദിസ് ഈസ് 45 ആൻഡ് ദിസ് ഈസ് 45. നൗ ദിസ് ലെങ്ത് എത്രയാണ്, ഈ ലെങ്ത് 35 അല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ 35 എടുക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 35 എടുക്കുന്നു. അപ്പോൾ അങ്ങനെ എന്ത് കിട്ടി, സിയും കിട്ടി, സി ഇതാണ്. അപ്പോൾ ഡിയും കിട്ടി, അതേമാതിരി ഇവിടെ കിട്ടിയ സി ആകുമ്പോൾ ഡിയും കിട്ടി, അതേമാതിരി ബിയും കിട്ടി. ഓക്കെ, ഇനി ഈ ലെങ്ത് എടുത്തിട്ട് ഇവിടുന്ന് ഒരു ആർക്ക് ഇവിടെ വരക്കുക. ഈ സെയിം ലെങ്ത് എടുത്തിട്ട് ഇവിടെ നിന്ന് ആർക്ക് വരക്കുക. ഇവിടെ ഇങ്ങനെ കിട്ടിയില്ലേ? സോ ദിസ് ഇസ് ദി പോയിന്റ് സി ഡി ബി എ ആയിരിക്കും. ഇനി ഇത് ജോയിൻ ചെയ്യുക, ഇത് ഇവിടെ ജോയിൻ ചെയ്യുക. കറക്റ്റായിട്ട് കിട്ടി. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആംഗിൾ ആണെങ്കിൽ മാത്രമേ കാര്യം നടക്കൂ, അല്ലെങ്കിൽ നടക്കില്ല. അത് വളരെ കെയർഫുൾ ആയിരിക്കണം എല്ലാവരും. അതായത് ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിയാൽ ഇതിൻ്റെ വളരെ 90 ഡിഗ്രി വരണം. ദിസ് ഹാസ് ടു ബി 90 ഡിഗ്രി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചില സമയത്ത് ഇതേമാതിരി ഇതിൻ്റെ ഒരു പ്രോബ്ലം വരും. എങ്ങനെയാ, ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ കോർണർ. പക്ഷേ പ്രോബ്ലം സ്ക്വയർ പിരമിഡിൻ്റെ പകരം പെൻറ്റാഗോണൽ പിരമിഡ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിത്രം എങ്ങനെ വരിക, ഇതാണ് പെൻറ്റാഗോണലിൻ്റെ ഷേപ്പ്. കണ്ടിട്ടുണ്ടാവും. ഇത് 108 ഡിഗ്രി 108 വരിക, 108 വരും. അപ്പോൾ ഇത് എത്ര വരും, മൊത്തത്തിൽ എത്ര വരിക, മൊത്തത്തിൽ ഇത് വരും എത്ര വരിക, 180 അല്ലേ? ശരിയല്ലേ? സോ 180 മൈനസ് 108 ഈസ് ഈക്വൽ ടു 8 10 1 72. സോ 72 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 36 ഡിഗ്രി. സോ ദിസ് വിൽ ബി 36 ആൻഡ് ദിസ് വിൽ ബി 36. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, സപ്പോസ് ഞാനിപ്പം സ്ക്വയർ പിരമിഡിന് പകരം ഒരു പെൻറ്റാഗോണൽ പിരമിഡാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കുക, വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ എ കോർണർ. പെൻറ്റാഗോണൽ പിരമിഡാന്ന് വിചാരിക്കും, ഇതേമാതിരി ഇങ്ങനെ ഉള്ള വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ എ കോർണർ ഓൺ എച്ച് പി എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ എടുക്കുക, പെർപെൻഡിക്കുലർ, ഒരു പോയിന്റ് ഇവിടെ എടുക്കുക, ഒരു സർട്ടൻ ഡിസ്റ്റൻസിൽ. അപ്പോൾ ഈ ചിത്രം വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ സൈസിനെ പറ്റി ഒരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ ആൻസർ ഷീറ്റിനെ പറ്റി ഒരു ഐഡിയ വേണം. അതിൻ്റെ അകത്തേക്ക് ഉൾക്കൊള്ളിക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് വേണം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ വിഷമായി പോവുക. കാരണം പകുതി ചിത്രത്തിൻ്റെ പുറത്തേക്കൊക്കെ വന്നാൽ നമ്മുടെ ആൻസർ മൊത്തം ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായി വേണം
ഈ പോയിൻ്റൊക്കെ ചൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസ് ദൂരെയായാലും നമുക്ക് ആൻസർ അങ്ങ് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും വളരെ ക്ലോസ് ആയിട്ട് തന്നെ ചൂസ് ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ മറ്റേ ഇതിലേക്ക് ടച്ച് ചെയ്യാത്ത വിധത്തിൽ ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അവൈഡ് ഈ വിധത്തിൽ വരുന്ന വിധത്തിലെങ്കിലും സെറ്റ് ചെയ്യണം. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഈ പെൻറ്റാഗണൽ പിരമിഡിൻ്റെ കേസിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ലൈൻ വരച്ചു, രണ്ട് പോയിന്റ് സെറ്റ് ചെയ്തു, പ്രൊട്രാക്ടർ എടുത്തു, എത്ര ഇവിടെ 36 ഡിഗ്രി ശരിയല്ലേ, 36 എടുത്തു, ഒരു ലൈൻ വരച്ചു, then again 36, one more line. ഓക്കെ, ഇത് 36 ഇത് 36 കിട്ടി. ഇതിൻ്റെ ലെങ്ത് എത്ര? സപ്പോസ് 35 ആണെങ്കിൽ 35, ഇത് 35 ആണെങ്കിൽ 35 എടുത്തു. കിട്ടിയില്ലേ? ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം നമ്മൾ? കീപ് യുവർ പ്രൊട്രാക്ടർ ഹിയർ, ഇവിടെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 108 എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അല്ലെങ്കിൽ പ്രൊട്രാക്ടർ ഈ സൈഡിൽ വെക്കുക, ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 108 എടുക്കുക. ഓക്കെ, 108 എടുക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഇങ്ങനെ വരും, അതേപോലെ ഈ ലൈൻ ഇങ്ങനെ വരും. എന്നിട്ട് എത്രയാണോ 35 ആ 35 ഈ പോയിന്റ് കുത്തിയിട്ട് ഇവിടെ കട്ട് ചെയ്യുക, ഈ ഒരു പോയിന്റ് കുത്തിയിട്ട് ഇവിടെയും കട്ട് ചെയ്യുക. ഉണ്ടോ? നൗ ഈ കാണുന്ന കോർണറും ഈ ഓപ്പോസിറ്റുള്ള ബേസ് എഡ്ജ് ഉണ്ടല്ലോ, ഈ കാണുന്ന കോർണറും ഈ ഓപ്പോസിറ്റ് കാണുന്ന ബേസ് എഡ്ജും തമ്മിൽ ഒരു തിൻ ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. അതേപോലെ ഈ കോർണറോ ഏതെങ്കിലും ഒരു കോർണർ എടുത്തോ, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബേസ് എഡ്ജിൻ്റെ മിഡ് പോയിന്റ് വളരെ തിന്നായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് സെൻറ്റർ പോയിന്റ് കിട്ടി. ഇനി അതിനുശേഷം ഇതെല്ലാം വായിച്ചറിയാം. ജസ്റ്റ് റിമൂവ് ഇറ്റ് ആൻഡ് ഡ്രോ ദിസ് പോയിന്റ് വിത്ത് ഓരോ കോർണറായിട്ട് ജോയിൻ ചെയ്യാം. കണ്ടോ? ഇങ്ങനെ ഇതേമാതിരി ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെൻറ്റാഗണൽ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുന്നത്. ഇത് സ്ക്വയർ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ. കണ്ടോ? ഇതെല്ലാം തിക്കായിട്ട് വരക്കണേ, ഇതെല്ലാം തിക്കാണ്, ഇത് തിന്നാണ്, ഇതെല്ലാം തിന്നായിരിക്കും. ഇതൊക്കെ തിക്കായിട്ട് വരക്കുക, ഇത്രയും തിക്കായിട്ട് വരക്കണം. അതേമാതിരി ഇതും തിക്കായിട്ട് വരക്കണം. ദിസ് ഇസ് തിക്കായിട്ട് വരക്കുക. അതേമാതിരി ഈ ചിത്രത്തിൻ്റെ അകത്ത് കാണുന്ന എല്ലാം തിക്കായിട്ട് വരക്കുക. ഈ കാണുന്ന ബേസ് എഡ്ജ് മൊത്തം എന്തായിട്ട് വരക്കണം? തിക്കായിട്ട് തന്നെ വരക്കണം. സോ ഇതിന് പറഞ്ഞ പേരാണ് സ്ലാൻഡിങ് എഡ്ജ്. ദിസ് ഇസ് കോൾഡ് സ്ലാൻഡിങ് എഡ്ജ്. ആ ടോപ്പ് വീട് കാണുന്നത് ഇതിന് പറഞ്ഞ പേരാണ് ബേസ് എഡ്ജ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വരക്കുക. അപ്പോൾ ഓർമ്മിക്കേണ്ടത് ഈ ആംഗിൾ എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ്, 108 ഡിഗ്രി. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ അതേമാതിരി അടുത്ത വേറെ വരക്കും. എന്താണ്? ഹെക്സാഗോണൽ പിരമിഡ്. ഹെക്സാഗോണൽ പിരമിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാവാം. അതാണ് ഹെക്സാഗൺ. ഹെക്സാഗൺ എന്ന് പറയുമ്പോൾ ഓരോ എത്ര വരും? 120, 120, 120, 120, 120, 120. അപ്പോൾ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ കോർണർ ഓൺ SP എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ കൂടി ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കുക. കോർണറിൽ കൂടി വേണം ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ ഇതിൽ കൂടി വരച്ചിട്ട് കാര്യമില്ല. മനസ്സിലായാ? റെസ്റ്റിംഗ് ഓൺ എ കോർണർ ഓൺ SP ആ കോർണറിൽ കൂടി ലൈൻ വരക്കുക. എന്നിട്ട് 120, 150 മൈനസ് 120 is equal to 60. 60 divided by 2 is equal to 30 degree. So this is 30 degree and this one also will be 30 degree. Now XY ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഇതേമാതിരി വളരെ തിന്നായിട്ട്, ദാറ്റ് ഇസ് 2H പെൻസിൽ ഒരു പോയിന്റ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തു. എന്നിട്ട് ഈ പോയിന്റ് എന്ത് ചെയ്തു? ഞാനിവിടെ 30 ഡിഗ്രി ലൈനിൽ 30 ഡിഗ്രി ലൈൻ വരച്ചു. ഓക്കെ അല്ലേ? ആ, ഇനി എന്ത് ചെയ്യണം? എത്രയാണോ ഈ ഡിസ്റ്റൻസ്, സപ്പോസ് 35 ആണെങ്കിൽ 35 എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 35 എടുത്തു. നൗ കീപ് യുവർ പ്രൊട്രാക്ടർ ഓവർ ഹിയർ. അഗൈൻ മെഷർ എന്ത് ചെയ്യണം? 120 എടുക്കാം. 120 എടുക്കാകുമ്പോൾ നിങ്ങൾക്ക് ലൈൻ എടുക്കാൻ പറ്റും ഇങ്ങനെ. ദാറ്റ് ലൈൻ ഹാസ് ടു ബി പാരലൽ ടു ദിസ് വൺ. ഇത് പാരലൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിഗർ തെറ്റുക. സോ വെരി കെയർഫുൾ. ഇങ്ങനെ വരച്ചു. അതേമാതിരി ഇവിടെ ഒരു ലൈൻ വരച്ചു. ദിസ് ബോത്ത് ലൈൻ ഹാസ് ടു ബി പാരലൽ. അത് മെഷർമെൻറ്റ് കൃത്യം പെർഫെക്റ്റ് ആയിട്ട് 120 കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ചെയ്യണം? ഇവിടെ തൊട്ട് ആ 35 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെയും മാർക്ക് ചെയ്തു. അഗൈൻ യുവർ കീപ് യുവർ പ്രൊട്രാക്ടർ ഓവർ ഹിയർ. ടേക്ക് അഗൈൻ 120. ഇങ്ങനെ വരും. അതിൽ 120 എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? ഇത് കോമ്പസ് എടുക്കുക. വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ഡ്രോ വൺ ആർക്ക്. വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ഡ്രോ വൺ മോർ ആർക്ക്. ഇത് കിട്ടിയില്ലേ? ഇനി ചെയ്യണം? ഈ കാണുന്ന ഓപ്പോസിറ്റ് കോർണർ നമ്മൾ ജോയിൻ ചെയ്യുക. ഇതും നമ്മൾ ജോയിൻ ചെയ്യുക. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുക. കണ്ടില്ലേ? ഇതാണ് ഹെക്സാഗണൽ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ. ഇതിന് പറഞ്ഞ ബേസ് എഡ്ജ്, ഇതിന് പറഞ്ഞ വേണ്ടത് സ്ലാൻഡിങ് എഡ്ജ്. സോ ഇപ്പം ഈ രണ്ട് ആംഗിളും വളരെ പെർഫെക്റ്റ് ആണ്, ഈക്വൽ ഇൻക്ലിനേഷൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് വളരെ കൂളായിട്ട് ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ ആംഗിൾ അൺഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രോബ്ലം സോൾവ് ചെയ്താൽ ആൻസർ കിട്ടില്ല. സോ ഒരു ഗ്രാഫിക്സിൻ്റെ ഒരു ടെക്നിക്ക് അത് ശരിക്കും അറിഞ്ഞിരിക്കണം കേട്ടോ.
കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ഇൻക്ലിനേഷൻ വിത്ത് ദിസ് ലൈൻ. അപ്പോൾ ഇത് പഠിച്ച ശേഷം യു ക്യാൻ റിമൂവ് ദിസ് ലൈൻ. ഇത് ജസ്റ്റ് ആ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് മാത്രമാണ്. വൺസ് യു കംപ്ലീറ്റ് ദിസ് ടോപ്പ് വ്യൂ യു ക്യാൻ റിമൂവ് ദിസ് ലൈൻ. അത്രേ ഉള്ളൂ. ഇനി നെയിമിങ് കൊടുക്കുക, ഫ്രണ്ട് വ്യൂ വരക്കുക, മറ്റേ വ്യൂ, താഴത്തെ വ്യൂ, നെക്സ്റ്റ് അങ്ങനെ അവിടെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഓക്കെ. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമ്മളിപ്പോൾ ഈ റെസ്റ്റോണെ കോർണറിന് പകരം ഇതാണെങ്കിലോ ബേസത്തെ റെസ്റ്റ് ചെയ്യുന്നതിന് എങ്ങനെ വരക്കാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് തന്നെ വരക്കാൻ പറ്റും. ഇതേ മാറ്റത്തിൽ തന്നെ വരക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ സ്ക്വയർ പിരമിഡ് തന്നെ നമ്മളിപ്പോൾ ഈ വരച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. സോറി, ഹെക്സാഗോണൽ പിരമിഡ്. ഇതേ പ്രോബ്ലം എനിക്ക് വേണമെങ്കിൽ വേറെ സ്റ്റൈൽ എങ്ങനെ വരക്കാൻ പറ്റും? ഇതേമാതിരി ഈ കാണുന്ന ലൈൻ ഇവിടെ വരച്ചു, ഒരു പോയിന്റ് ഇവിടെ എടുത്തു, ഇവിടുന്ന് ഞാൻ ഒരു ലൈൻ നോക്കി വരച്ചു. അത് ഹെക്സാഗോണൽ പിരമിഡ് വിച്ച് ഈസ് റെസ്റ്റ് എ കോർണർ ഓൺ SP. ഇറ്റ് ഈസ് റെസ്റ്റ്, കോർണർ റെസ്റ്റ് ചെയ്ത് എ കോർണർ ഓഫ് ദിസ് ഹെക്സാഗോണൽ പിരമിഡ് വിച്ച് റെസ്റ്റ് ഓൺ HP. കോർണർ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ബേസ് എത്ര 35 അല്ലേ? അപ്പോൾ 35 × 2 എത്ര വരിക? 70. ദാറ്റ് ഈസ് 7 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 7 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര എടുക്കണം? 35 എടുക്കുക. എന്നിട്ട് ഈ 35, നൗ ദിസ് ഈസ് 35, കോമ്പസ് ഇവിടെ വെച്ചിട്ട് ഇത്രയും റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുക. വളരെ തിന്നായിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ. ഇപ്പം എന്ത് ചെയ്യും? ഇത് 35 ആകുമ്പോൾ ഇത് 35 ആയിരിക്കും. സോ ഡയമീറ്റർ നമുക്കത് കിട്ടി 70 കിട്ടി. നൗ 35 mm റേഡിയസ് എടുത്തിട്ട് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ഡ്രോ വൺ ആർക്ക് ഹിയർ ആൻഡ് ഹിയർ. Then with respect to this point draw one more arc here and here. Now join this point. Kind of simple. It is very simple. Once you complete it, just remove this circle. Circumference of circle. And all. Now this angle and this angle both will be equal and it will come around 30 degree and 30 degree. So this angle will be 120 degree. നമ്മൾ ഇവിടെ 30 degree എഴുതാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇതിന്റെ അകത്ത് വരുന്ന ആംഗിൾ മാത്രമേ എഴുതുള്ളൂ. That is 120 degree. വേറൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി 120 degree എഴുതിയിട്ടേ കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരക്കാം. ഇനി ചില സമയത്ത് ഈ ഹെക്സാഗോണൽ പിരമിഡ് തന്നെ ഇറ്റ് റെസ്റ്റ്സ് ഓൺ എ ബേസ് എഡ്ജ്. HP റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബേസ് എഡ്ജ് HP ഉണ്ട്. ആ വിധത്തിൽ കോർണർ റെസ്റ്റ് ചെയ്യുന്നതിന് പകരം ബേസ് എഡ്ജ് വിച്ച് ഈസ് റെസ്റ്റ് ഓൺ HP ആണെങ്കിൽ എങ്ങനെ വരക്കണം? സിമ്പിൾ. ഇതേമാതിരി ഒരു ലൈൻ വരക്കുക. ഒരു സൈഡ് ഡിസ്റ്റൻസ് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ബേസ് എഡ്ജ് 35 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 35 എടുക്കുക. നൗ ദിസ് ഈസ് 35. കണ്ടില്ലേ? ഓക്കെ. ഇനി ചെയ്യണം ഈ പോയിന്റിന് ഒരു 35 ഒരു ആർക്ക്, ഈ ഒരു പോയിന്റിന് 35 വേറൊരു ആർക്ക്. അപ്പോൾ എനിക്ക് കിട്ടി ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഇനി ഇത് സെൻറ്റർ ആക്കിയിട്ട് ഇത്രയും റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുക. സി. ഓക്കെ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ റേഡിയസ് ഇവിടുന്ന് ഇവിടെ കട്ട് ചെയ്യുക, ഇവിടുന്ന് ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെ കുത്തിയിട്ട് ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. പെർഫെക്റ്റ് ആയില്ലേ? ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദിസ് ഫിഗർ ജസ്റ്റ് റിമൂവ് ദിസ് സർക്കിൾ പോർഷൻസ്. എന്താ മനസ്സിലായി? ഇനി തന്നെ കൂടി ജോയിൻ ചെയ്യാം. ക്ലിയർ അല്ലേ വരക്കുന്നത്? Now it is very clear that this square pyramid its base edge which is rest on HP instead of corner. Base edge which is resting on HP. ഇതാണ് സിമ്പിൾ ആയിട്ട് ഫിഗർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വരക്കാം? ഇവിടെ എടുത്തിട്ട് ഈ ലൈൻ വരച്ചതിന് ശേഷം പ്രൊട്ടക്ടർ നോക്കുക. 120 എടുക്കുക, ഇങ്ങനെ വരച്ചു. 120 എടുക്കുക, ഇങ്ങനെ വരച്ചു. ഈ ലെങ്ത്ത് ഇവിടെ കട്ട് ചെയ്തു, ഇതേ ലെങ്ത്ത് ഇവിടെയും കട്ട് ചെയ്തു. ദെൻ കോമ്പസിൽ measure this length with respect to this point, draw one arc here. അല്ല, അവിടെ ആർക്ക് വെക്കാനായില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യണം? Again you have to keep your protractor here 120. Keep your protractor here again 120. Okay, now finally you have to join here. Then join this opposite corner നമ്മൾ join ചെയ്യാം. ഓക്കെ. ഇങ്ങനെ കിട്ടും ഒരു സ്ക്വയർ പിരമിഡ്
വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് വിച്ച് റെസ്റ്റ് ഓൺ എച്ച് പി എന്ന് പറയുമ്പോൾ നമ്മളത് വേണം ഇതേമാതിരി വരക്കണം. ബേസ് എഡ്ജ് റെസ്റ്റ് ഓൺ എച്ച് പി, ബേസ് എഡ്ജ് റെസ്റ്റ് ഓൺ എച്ച് പി, കോർണർ ഓൺ എച്ച് പി, കോർണർ ഓൺ എച്ച് പി. ഇതാണ് ഫിഗർ. ഓക്കെ. ഇനി ഇതേമാതിരി ഞാനിപ്പോൾ പെൻറ്റാഗോണൽ പിരമിഡ് ഇതിപ്പം കോർണർ റെസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ. ഇനി ഞാനിപ്പോൾ പെൻറ്റാഗോണൽ പിരമിഡിൻ്റെ ഇതേമാതിരി ബേസ് എഡ്ജ്, ഇത് വളരെ ക്ലിയർ ആണ്, കാരണം ഇവിടെ ഈ ബേസ് എഡ്ജ് 90 ഡിഗ്രി ആണ്. ശരിയാത് നിങ്ങൾ അത് എങ്ങനെയും വരക്കാൻ നമുക്ക് കിട്ടും. ഓക്കെ. പക്ഷേങ്കിൽ ബേസ് എഡ്ജ് വെച്ച് റെസ്റ്റ് ഓൺ എച്ച് പി ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ ഇത്രയും നേരം പഠിക്കുമ്പോൾ ഇങ്ങനെ വെച്ചു, പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. എപ്പോഴും ലെഫ്റ്റിന് റൈറ്റിലേക്കാണ് നമ്മൾ ചിത്രം വരിക. പക്ഷേ നിങ്ങൾ ഇൻ കേസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെങ്കിൽ സപ്പോസ് ഇറ്റ്സ് ബേസ് എഡ്ജ് വിച്ച് ഈസ് റെസ്റ്റ് ഓൺ എച്ച് പി എന്നുള്ള ക്വസ്റ്റൻ നിങ്ങൾ ടോപ്പ് വ്യൂ ഈ വിധത്തിൽ വരച്ചതാണെങ്കിൽ നിങ്ങൾ ഫിഗർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേണം വരയ്ക്കാൻ. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സാധാരണ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരക്കാറില്ല, നമ്മളെപ്പോഴും ലെഫ്റ്റിന് റൈറ്റിലേക്ക് മാത്രമേ വരക്കാറുള്ളൂ. ഇനി സപ്പോസ് എ പെൻറ്റാഗോണൽ pyramid, one of its base edges which rest on HP and axis is this much degree with HP and this much degree with VP എന്നൊരു പ്രോബ്ലം ആണെങ്കിൽ axis is inclined to both HP and VP and one of its base edges is on HP എന്ന് നമുക്ക് മനസ്സിലായി. So simple position വരയ്ക്കുന്ന സമയത്ത് axis has to be perpendicular on HP. So you have to look from the top. So definitely you should draw top view first. That top view will come below XY line. Now follow the shape of V ഷേപ്പിൽ അല്ല വാ ഷേപ്പിൽ നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് ഫിനിഷ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഫസ്റ്റ് സിമ്പിൾ, ദാറ്റ് ഈസ് ഡ്രോ വൺ പെർപെൻഡിക്കുലർ. ഒരു കൺവീനിയൻറ്റ് പോയിന്റ് എടുത്തു, എന്നിട്ട് ഇവിടത്തേക്ക് എന്ത് ചെയ്തു? നമ്മൾ ആ 35 എടുത്തു. 35 എടുത്തതിന് ശേഷം കീപ്പ് പ്രൊട്രാക്ടർ ഹിയർ ആൻഡ് ടേക്ക് 108 ഡിഗ്രി, 108 പ്രൊട്രാക്ടർ 108. Okay, then with respect to this point, arc and arc. Now complete this figure. Okay. Now ഈ കോർണറിന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബേസ് എഡ്ജിൻ്റെ മിഡ് പോയിന്റ് ആയിട്ട് ജോയിൻ ചെയ്യുക വിത്ത് എ വെരി തിൻ ലൈൻ. പിന്നെ ഏതെങ്കിലും ഒരു കോർണർ എടുക്കുക, അതിന് ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ള ബേസ് എഡ്ജായിട്ട് കോർണർ ചെയ്യുക, വെരി തിൻ ലൈൻ. Now you got this mid point. ഇവിടെ കിട്ടും. ഇനി ഇതെല്ലാം റിമൂവ് ചെയ്യാം. Now join this point with this one and this one, this one and this one and this one. This is the completion of figure. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരക്കുക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടിൽറ്റ് ചെയ്യുക, അതിൻ്റെ ടോപ്പ് വ്യൂ വരക്കുക, അവിടുന്ന് അങ്ങോട്ടേക്ക് വരക്കുക, ഇവിടുന്ന് മേലോട്ടേക്ക് വരക്കുക, അങ്ങനെ ഫിനിഷ് ചെയ്യുക. ഓക്കെ. ഇതാണ് അതിൻ്റെ ടാക്ടിക്സ്. Now this is the problem. So ഇവിടെ സ്ക്വയർ പിരമിഡ് 35 mm ബേസ് സൈഡ്, ആക്സിസ് 60 mm ലോ, റെസ്റ്റ് ഓൺ HP ഓൺ എ കോർണർ. അപ്പോൾ കോർണർ HP ലാണ് റെസ്റ്റ് ചെയ്യുന്നത്, ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് ബോത്ത് HP ആൻഡ് VP ആണെന്ന് പറഞ്ഞു. അപ്പോൾ സിമ്പിൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ എവിടെ വരണം? ഇത് നമ്മുടെ HP ആണെങ്കിൽ, ഇത് നമ്മുടെ HP ആണ്, ഇത് VP, ഇത് SP ആണെങ്കിൽ ഇങ്ങനെ ഉള്ളത്, ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ കോർണർ അല്ലേ? അപ്പോൾ ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് ബോത്ത് SP ആൻഡ് VP ആണ്, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ കോർണർ എന്ന് പറയുമ്പോൾ നമ്മളെന്ത് വേണം? ഈ സോളിഡ്സിനെ ജസ്റ്റ് ഇങ്ങനെ വെക്കുക. Now axis is perpendicular to SP. So draw the top view first. മാത്രമല്ല ഏത് കോർണറാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ കോർണറും അതേമാതിരി ഇവിടുന്നൊരു ലൈൻ വരച്ചാൽ ഈ ആംഗിൾ എത്ര വേണം? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈക്വൽ ഇൻക്ലിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യും വേണം. അതിപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ടോപ്പ് വ്യൂ നമ്മൾ ആദ്യം വരക്കേണ്ടത്. അത് എവിടെ വരക്കണം? ഈ വരച്ചിട്ടുള്ള XY ലൈനിൻ്റെ താഴെ വേണം ടോപ്പ് വ്യൂ വരയ്ക്കാൻ. ഓക്കെ. അപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കുകയാണ് ഫസ്റ്റ്. സോ ദിസ് ഈസ് ദി XY ലൈൻ. നൗ ദിസ് ഈസ് ദി ടോപ്പ് വ്യൂ. സീ, ഇതാണ് നമ്മൾ ടോപ്പ് വ്യൂ. ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെയും ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ടോപ്പ് വ്യൂ വരക്കും. അപ്പോൾ ടോപ്പ് വ്യൂ എങ്ങനെ വരക്കേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒരു ലൈൻ വരച്ചു, ആദ്യം ഇവിടെ ഒരു സ്ക്വയർ വരച്ചു. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് കോർണർ നമ്മൾ ജോയിൻ ചെയ്തു, ABCD എന്ന് മാർക്ക് ചെയ്തു. ഇത് അപ്പെക്സ് M, N എന്ന് പറയുന്നത് ബേസിലുള്ള പോയിന്റ്, N അപ്പെക്സിലുള്ള പോയിന്റ്. സോ N വിൽ ബി വിസിബിൾ. ആൻഡ് ദിസ് ഈസ് 35. സോ ഈ ലെങ്ത്തും നിങ്ങൾക്ക് ചിത്രം കൃത്യമായിട്ട് ഇവിടെ വരച്ചാൽ കിട്ടും. നൗ ഡ്രോ വൺ തിൻ ലൈൻ വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു തിൻ ലൈൻ വരച്ചു, എടുത്ത് വെച്ചോ. നെക്സ്റ്റ് ഈ ലൈൻ എത്രയാണോ അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഈ മിഡ് പോയിന്റ് ഇവിടെ വെച്ചു. സോ ദിസ് ഈസ് ദ പോയിന്റ് സ്മോൾ ലെറ്റർ M. നൗ this line both are perpendicular to each other. Now draw one more line here and measure this length, that is here.
and measure this length, it has to be here. Now join these points, then name it. This is C, this is C in the point, this is B, and this is the point A, and this is the point D. Okay, now we have to draw its front view. Now top view is completed. Our route will be just like Y shape. Top view, front view, front view, top view, top view, front view. Height is given. Axis is 60 mm long. This is extend here, extend here, extend here. So 90 degree maintain. All projectors has to be maintained 90 degree with the XY line. Okay. Now the axis is given, that is 60. Around it will come here. അപ്പോൾ നമുക്കറിയാം ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ടോപ്പ് നോക്കുന്ന ഇവിടെ നോക്കുന്നതാണ് ഫ്രണ്ട്, ഈ താഴത്തെ മേലോട്ടേക്ക് ഇവിടുന്ന്. സോ ഒരു ഒബ്സർവർ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്നതും ഒബ്സർവർ ഇവിടുന്ന് നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദിസ് ഇസ് ടോപ്പ് വ്യൂ ആൻഡ് ദിസ് ഇസ് ഫ്രണ്ട് വ്യൂ. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിന് ഡി കാണാൻ പറ്റും. സോ ദിസ് ഇസ് ദി പോയിന്റ് ഡി ഡാഷ് ആൻഡ് ബി വിൽ ബി ഇൻവിസിബിൾ. സോ ബി ഡാഷ് വിൽ ബി ഇൻവിസിബിൾ. പിന്നെ ഇത് എം കൊമ എൻ ആണ്. എം ഈസ് ഇൻവിസിബിൾ, എൻ വിൽ ബി വിസിബിൾ, ദാറ്റ് ഇസ് എൻ ഡാഷ്. ഓക്കെ, എം ഡാഷ് ഇവിടെ തന്നെ ഉണ്ടാവും. അത് എല്ലാ പോയിന്റും ഇടണമെന്ന് ആവശ്യമില്ല, വേണമെങ്കിൽ ഇടാം. അധികം പോയിന്റ് ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇത് സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ സി ഡാഷ്, എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എ ഡാഷ് വരും. ഇനി എ ഡാഷ് ഇതുവഴി ജോയിൻ ചെയ്യുക, ഈ പോയിന്റ് ഇതെല്ലാം കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യുക. സോ എന് എൻ വഴി ജോയിൻ ചെയ്യുക, എ ഡാഷ് എൻ ഡാഷ് ആൻഡ് സി ഡാഷ് എൻ ഡാഷ് ആൻഡ് ദിസ് ഇസ് ദി ഈ കാണുന്ന. ഓക്കെ, ഇതെല്ലാം കൂടി ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടി സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡിൻ്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം അറിഞ്ഞിരിക്കണേ. ഏകദേശം ഈ ഒരു ഷേപ്പാണ് വരിക സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ? അപ്പം ഇത് ബി സി അതേമാതിരി ഡി എ, ദിസ് ഇസ് ദി ഷേപ്പ് ഓഫ് സ്ക്വയർ പിരമിഡ്. എം ആണെങ്കിൽ ഇവിടെ ആക്സിസ്, ദിസ് ഇസ് ദി അപ്പക്സ് എൻ. എം എൻ അല്ലെങ്കിൽ എം ഒ എങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ ഇത് വരച്ചു. പിന്നെ നമ്മൾ ഫ്രണ്ട് വ്യൂ കണ്ടോ, ഈ കാണുന്ന സ്ലാൻഡിങ് എഡ്ജ് കണ്ടോ, ഇതിൻ്റെ ഈ കാണുന്ന സ്ലാൻഡിങ് എഡ്ജാണ് നമ്മളെവിടെ വരയ്ക്കുന്നത്, ഇവിടെ വരയ്ക്കുന്ന ഈ ലൈന്. ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ലൈൻ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഈ വരയ്ക്കുന്ന ലൈന്. അതേപോലെ ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നതാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എൻ ഡാഷ് കൊമ സി ഡാഷ്, അത് ഇത് ഫ്രണ്ട് വ്യൂ. അതിന് ടോപ്പ് വ്യൂ ആണ് എൻ കൊമ സി. ഇവിടെ എൻ കൊമ സി എന്ന് പറയുന്ന ടോപ്പ് വ്യൂ കാണുന്ന ലൈന്, എൻ ഡാഷ് കൊമ സി ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ കാണുന്ന ലൈനിൻ്റെ ലെങ്ത്. സോ ദിസ് ലൈൻ ഈസ് പാരലൽ ടു എക്സ് വൈ ആയതുകൊണ്ട് നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ദി ട്രൂ ലെങ്ത്. ഈ എൻ സി എന്ന് പറയുന്ന ലൈന് എക്സ് വൈന് പാരലൽ ആയതുകൊണ്ട് എൻ ഡാഷ് സി ഡാഷ് എന്തായിരിക്കും? ട്രൂ ലെങ്ത് ആയിരിക്കും. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു തന്നെ ഉള്ളൂ. അതിനെപ്പറ്റി അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. Here NC is parallel to xy, NC which is parallel to xy, so n dash c dash will be the true length. അത് ഫ്രണ്ട് വ്യൂ കാണുന്ന ട്രൂ ലെങ്ത്. അതേമാതിരി എ എൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് പാരലാണ്. ഇത് എം കൊമ എൻ ആണ്, എം കൊമ എൻ. അതേമാതിരി എൻ എന്ന് പറയുന്നത് എം ഇൻവിസിബിളും എൻ വിസിബിളുമാണ്. ഇത് എം ഡാഷ് ഇത് എൻ ഡാഷ്. അതേമാതിരി എ എൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് പാരലാണ്. എ എൻ എം ബ്രാക്കറ്റിലാണ്, എ എൻ എക്സ് വൈ ലൈനിന് പാരലാണ്. സോ എ ഡാഷ് എൻ ഡാഷ് എന്തായിരിക്കും? ട്രൂ ലെങ്ത് ആയിരിക്കും. അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ വേറെ അധികം തിങ്ക് ചെയ്തിട്ട് വേറെ കൺഫ്യൂഷനൊന്നും നോക്കണ്ട, ജസ്റ്റ് പറഞ്ഞു അത്രേ ഉള്ളൂ. നൗ അവർ ക്വസ്റ്റൻ ഈസ്, ഇത് പഠിച്ചു. ഇനി ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 40 ഡിഗ്രി വിത്ത് എച്ച് പി എന്നാണ് ഓർത്തുള്ളത്. സോ ഒരു കൺവീനിയൻറ്റ് പോയിന്റ് എടുക്കുക, അവിടെ നിന്ന് എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ വെക്കുക, 40 ഡിഗ്രി ആംഗിൾ എടുക്കുക, ഡ്രോ വൺ ലൈൻ. ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് 40 ഡിഗ്രി ആകുന്ന സമയത്ത് നമ്മൾ ട്രയാങ്കിൾ വരും. ഇത് 90 ആണെങ്കിൽ ഇത് എത്ര വരിക? 90 + 40 = 130, 180 - 130 = 50 ഡിഗ്രി വരും അല്ലേ? ഇത് നമ്മുടെ ട്രയാങ്കിൾ ഷേപ്പ്. സോ ദിസ് ഈസ് 90 ഡിഗ്രി, ഇത് 40 ഡിഗ്രി ആകുമ്പോൾ 90 + 40 130, 130 + 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഇങ്ങനെ വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചിത്രം എങ്ങനെ വേണമെങ്കിൽ വരക്കാം. ഞാൻ ഒരു പോയിന്റ് ഇവിടെ എടുക്കുന്നു,
പ്രൊട്രാക്ടർ ഇവിടെ ഇങ്ങനെ വെക്കുന്നു. നെക്സ്റ്റ് 50 ഡിഗ്രി ആംഗിൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ മെഷർ ചെയ്യുന്നു. ദിസ് ടോട്ടൽ ഡിസ്റ്റൻസ്. സോ ദിസ് ഇസ് ദി പോയിന്റ് സി ഡാഷ് ആൻഡ് ദിസ് ഇസ് ദി പോയിന്റ് എ ഡാഷ്. സോ ഇൻ ബിറ്റ്വീൻ ദിസ് ലെങ്ത്, ഇത് എക്സാക്ട് മിഡിലാണ് വരിക. പ്രൊട്രാക്ടർ വെക്കുന്നു, ഞാൻ ഒരു ലൈൻ വരച്ചാൽ so definitely this will be, by default it will come 40 degree. Now measure this length. This is equal to 60 അല്ലേ, ഇതിവിടെ വെക്കുക. ഈ പോയിന്റ് ഇതുമായിട്ട് ജോയിൻ ചെയ്യാം. സിമിലർലി ജോയിൻ ദിസ് പോയിന്റ് വിത്ത് ദിസ് പോയിന്റ്. അങ്ങനെ നമുക്ക് ഇത് കിട്ടി, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടി. സോ ദിസ് ഇസ് ദി പോയിന്റ് എ ഡാഷ്, എൻ ഡാഷ്, സി ഡാഷ്, സിമിലർലി ബി ഡാഷ്, D dash. B dash is invisible. Okay, so this is not an, this is slanting edge. Thick ആയിട്ടുള്ള slanting edge ആക്സിസിൻ്റെ മുമ്പിൽ കാണാൻ പറ്റും. സോ ആക്സിസ് ഈസ് ഇൻവിസിബിൾ ആൻഡ് ദിസ് സ്ലാൻഡിങ് എഡ്ജ് വിൽ ബി വിസിബിൾ. ഈ കാണുന്ന ലൈനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വരക്കണം. സോ ഫോർ ദാറ്റ് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാം. ഒബ്ജക്റ്റീവ്സ്, ഇത് സ്മോളർ ട്രെൻ വന്നു, സി വന്നു, ദെൻ ദിസ് ഈസ് ബി D, M. And this is the point small letter a. Similarly here b യും നമ്മൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, b. ആൻഡ് c യും നമ്മൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ you will get the point c. d യും നമ്മൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ you will get the point d. ആൻഡ് a യും you will get the point a. Similarly m ഉം this is the point small letter m. Then n ഉം this is the point small letter n. Okay, now join ചെയ്യാം. a ഡാഷിനെ n ഡാഷുമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ a യും n ഉം നമ്മൾ ജോയിൻ ചെയ്തു. അത് ഡോട്ടഡ് ലൈനായിട്ട് ജോയിൻ ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിന് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്തിട്ട് ഏതൊക്കെയാണ് ഡോട്ടഡ്, ഏതൊക്കെയാണ് വിസിബിൾ എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യാം. അതേമാതിരി സി യും എന്നും നമ്മൾ ജോയിൻ ചെയ്യാം. സി എവിടെയുള്ള ഇതാ, സി യും ഇതല്ല, സി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ സി യും എന്നും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി എമ്മും എന്നും നമ്മൾ എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബേസ് നോക്കുക. ബി യും സി യും, ബി ജോയിൻ വിത്ത് സി ആൻഡ് സി ജോയിൻ വിത്ത് ഡി ആൻഡ് ഡി ഹാസ് ടു ബി ജോയിൻ വിത്ത് എ and A has to be joined with B. Similarly, B has to be joined with B യും N ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. B has to be joined with N. Similarly, D has to be joined with N. ശരിയല്ലേ? ഇവിടെ B N ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, C N ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, A N ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, and D N ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി B C ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, C D ആയിട്ടും D C ആയിട്ടും C B ആയിട്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി നമ്മളിവിടെ വരക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ 3D വ്യൂ ഇവിടെ വരക്കാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. Now you have to apply the criteria. Our first criteria is all the boundary must be visible. So A, B, N, D and A, this is visible. പിന്നെ നമുക്ക് വേറെ മനസ്സിലായി, M എന്ന് പറയുന്നത് ആക്സിസ് ആണ്, മനസ്സിലായി അല്ലേ? അതവിടെ നിൽക്കട്ടെ. All the boundaries must be visible. പിന്നെ an edge or a point on the side of the axis nearer to xy in one view will be hidden in the second view. ഇവിടെ C dash, N dash, an edge or a point on the side of the axis nearer to xy. So it will be hidden in the second view. അപ്പോൾ C യും N എവിടെയുള്ള ഇത് ഈ കാണുന്ന പോയിന്റ്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് ഡോട്ടഡ് ലൈൻ ആയിരിക്കും. C N എന്ന് പറയുന്നത് ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, പിന്നെ B യും C യും A യും N ഉം, A യും N എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും, an edge or a point on the side of the axis farther to xy in one view will be visible in the second view. അപ്പോൾ A യും N എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കണം, A യും N ഉം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ചു. ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ A യും N എന്ന് പറയുന്ന പോയിന്റ് എന്തായാലും എന്തായിരിക്കും, ഇതാണ് A, ഇത് N ആണ്, ശരിയല്ലേ? ഈ കാണുന്ന പോയിന്റ് ഏതാണ് നോക്കണേ, ഈ കാണുന്ന പോയിന്റ് ഇത് C ആണ്, ഇത് A, ഇത് B, ഇത് D, ഇത് C ആണ്. അപ്പോൾ C യും N ഇൻവിസിബിൾ ആണ്, മനസ്സിലായി? ടോപ്പ് നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല, ശരിയല്ലേ? എന്നാൽ ഇത് രണ്ടും ഇത് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ A എന്ന് പറയുന്ന പോയിന്റ് വിസിബിൾ ആണ്. അപ്പോൾ ഈ C N എന്ന് പറയുന്ന ഡോട്ടഡ് ലൈൻ A എന്ന് പറയുന്ന പോയിന്റ് മറന്നു, ഇത് കവർ ചെയ്യും. അപ്പോൾ എന്തേ മാറി ഇങ്ങനെ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്ന പോയിന്റ് A N ആയിരിക്കും. അതിൻ്റെ അടിയിലാകുന്നുണ്ടാവുക M N എന്ന് പറയുന്ന ആക്സിസ്, അതിൻ്റെയും അടിയിലാകുന്നുണ്ടാവുക C N എന്ന് പറയുന്ന ആക്സിസ്. അപ്പോൾ C N എന്ന് പറയുന്ന ലൈന്. അപ്പോൾ C N ഉം M N ഉം നമ്മൾ നമുക്ക് കാണിക്കണ്ട, അതെല്ലാം ഹിഡൻ ആണ്. അതിനെ കവർ ചെയ്തുകൊണ്ട് വിസിബിൾ എഡ്ജസ് ആയിട്ടുള്ള സോളിഡ് ലൈൻ, ദാറ്റ് ഈസ് A N എന്ന് പറയുന്ന ലൈൻ അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ബി സി എന്ന് പറയുന്ന പോയിന്റ്, അതേമാതിരി സി ഡി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് നോക്കണം. അതൊന്നും വെച്ച് വരിക, ഇപ്പോൾ ബി സിയും അതേമാതിരി സി ഡിയും. ഇപ്പം നമ്മുടെ ചിത്രം നമ്മൾ കുറച്ചുകൂടെ കാലത്ത് ഇങ്ങനെ വരിക. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും
ഈ കാണുന്ന ലൈന് ഇറ്റ് വിൽ ബി നമ്മൾ ടോപ്പ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലും ഇത് കാണാൻ പറ്റില്ല. സോ ദിസ് പാർട്ട് വിൽ ബി ഇത് ഹിഡൻ ആയിരിക്കും. സോ ദിസ് ഈസ് ഡോട്ടഡ് ലൈൻ. അതേമാതിരി ഇതൊന്നും ആയിരിക്കും ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഇത് രണ്ടും ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഇതും ഡോട്ടഡ് ലൈൻ ആയിരിക്കും, ഇതും ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം നമുക്ക്? നൗ 30 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ പ്ലെയിൻ പറഞ്ഞിട്ടുണ്ട്. സോ 30 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ബീറ്റ. അപ്പോൾ ബീറ്റയെ കണ്ടുപിടിക്കുക. ബീറ്റ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ട്രൂ ലെങ്ത്തും ഫൈയും എലിവേഷൻ. ട്രൂ ലെങ്ത്തും ടി വന്നാൽ പ്ലാനാണ് അല്ലേ? അപ്പോൾ ഫൈ എത്ര വന്നിട്ടുള്ള 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമ്മൾ 30 ഡിഗ്രി എടുത്തിട്ട് ലൈൻ വരച്ചു. തീറ്റ വന്നിട്ട് നമുക്കത് കിട്ടി, പ്ലാൻ കിട്ടിയില്ലേ? കട്ട് ചെയ്യാം. സോ ദിസ് ആംഗിൾ വിൽ ബി ബീറ്റ. അങ്ങനെ ബീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടി. Now this axis is inclined at an angle 45 degree, 40 degree, 30 degree with VP. അപ്പോൾ ഈ ബീറ്റ കിട്ടിയതിന് ശേഷം നമുക്ക് ഒന്നിക്കൽ ഈ കാണുന്ന സൂര്യനില്ല, ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളത്, ഇത് നമുക്ക് ഒന്നിക്കൽ എങ്ങനെയാ പിന്നെ ഇതിനൊന്നിക്ക് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കാം. എങ്ങനെ വേണമെങ്കിൽ വെക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം. അപ്പെക്സ് ഈസ് നിയർ ടു എസ്പിനോ, അപ്പെക്സ് ഈസ് നിയർ ടു എസ്പിനോ VP എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ആ സ്ഥിതിക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ലൈൻ ഇവിടെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു, ബീറ്റ ആംഗിൾ എടുക്കുന്നു, എന്നിട്ട് ഈ കാണുന്ന ഫിഗർ ഞാൻ ഇവിടെ കൊണ്ടുപോയി വരയ്ക്കുന്നു. സോ ടോട്ടൽ ലെങ്ത് AN ഇവിടെ മാർക്ക് ചെയ്തു. ദിസ് ഇസ് ദി പോയിന്റ് A, ദിസ് ഇസ് ദി പോയിന്റ് N. ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു, ദാറ്റ് ഇസ് ദി പോയിന്റ് C. ഈ കാണുന്ന പോയിന്റ് ദിസ് ഇസ് M, കോമ്പസ് എടുത്തു, ഇവിടെ M കിട്ടി. നെക്സ്റ്റ് ഈ കാണുന്ന ലൈൻ ഇതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ദിസ് ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ എടുത്തു, ഈ ഡിസ്റ്റൻസ് ഇവിടെ എടുത്തു. ഓക്കെ, ഇതെല്ലാം കൂടി ഞാൻ ചെയ്തു, ജസ്റ്റ് ജോയിൻ ചെയ്തു. ഇത് ഡോട്ടഡ് ലൈനാണ്, മനസ്സിലായി? ഇത് ഡോട്ടഡ് ലൈനാണ്. കാരണം നമുക്കറിയാം ഈ CN എന്ന് പറയുന്നത് ഡോട്ടഡ് ലൈനാണ് നമുക്കറിയാം. പിന്നെ ഓൾ ദി ബൗണ്ടറീസ് മസ്റ്റ് ബി വിസിബിൾ ആണെന്ന് മനസ്സിലായി അല്ലേ? CN ഡോട്ടഡ് ആകുമ്പോൾ ഓൾ ദി ലൈൻസ് ജോയിനിങ് അറ്റ് എ കോർണർ വിത്തിൻ ദി ബൗണ്ടറി വിൽ ബി എയ്തർ ഹിഡൻ ഓർ വിസിബിൾ എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഇത് ഡോട്ടഡ് ലൈനെ സമയത്ത് ഇതും ഡോട്ടഡ് ലൈനായിരിക്കും, ഇതും ഡോട്ടഡ് ലൈനായിരിക്കും. പിന്നെ അതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു ലൈൻ ഇവിടെ വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് ഡോട്ടഡ് ലൈൻ ആയത്? കാരണം ദ ബേസ് വിച്ച് ഈസ് നിയറർ ടു ദ ബേസ് വിത്ത് അത് ഇവിടെ നമുക്കൊരു ബേസ് ഉണ്ട്, ഇത് അപ്പെക്സ് ആണ്. ദ ബേസ് വിത്ത് എൻ എൻഡ് ഓഫ് ദി ആക്സിസ് നിയർ ഓഫ് ടു XY ഇൻ വൺ വ്യൂ വിൽ ബി ഹിഡൻ ഇൻ ദി സെക്കൻഡ് വ്യൂ. അതുകൊണ്ടാണ് ഈ ബിയും ഈ CD നമ്മൾ ഡോട്ടഡ് ലൈൻ വരുന്നത്. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എപ്പോഴും ഓൾ ദി ബൗണ്ടറീസ് മസ്റ്റ് ബി വിസിബിൾ. ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. അതിനൊരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. ഒന്നാമത്തെ ഓർഡർ വിട്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ക്രൈറ്റീരിയയിലേക്ക് പോകാൻ പാടില്ല. അതേമാതിരി ആദ്യം മൂന്നാമത്തെ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓൾ ദി ബൗണ്ടറീസ് മസ്റ്റ് ബി വിസിബിൾ. Second criteria is an edge or a point on the side of the axis nearer to XY in one view will be hidden in the second view. An edge or a point on the side of the axis farther to XY in one view will be visible in the second view. Third criteria, the base with an end of the axis nearer to XY in one view will be hidden in the second view. The base with an end of the axis farther to XY in one view will be visible in the second view. Fourth criteria, all the lines joining at a corner within the boundary will be either hidden or visible. Fifth criteria, a line crossing a visible line will be ഇൻവിസിബിൾ ആൻഡ് വൈസ് വേഴ്സ. ഇങ്ങനെ 5 ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഓർഡർ തന്നെ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഓൾ ദി ബൗണ്ടറീസ് മസ്റ്റ് ബി വിസിബിൾ. സെക്കൻഡ് ഹാൻഡ് എഡ്ജ് ഓർ എ പോയിന്റ് ഓൺ ദി സൈഡ് ഓഫ് ദി ആക്സിസ്. അങ്ങനെയാണ് CN എന്ന് പറയുന്നത് ഡോട്ടഡ് ലൈൻ കിട്ടിയത്. അതേമാതിരി AN എന്ത് കിട്ടി, വിസിബിളും കിട്ടി. പിന്നെ തേർഡ് ക്രൈറ്റീരിയ, ദ ബേസ് വിത്ത് എൻ എൻഡ് ഓഫ് ദി ആക്സിസ് നിയർ ടു XY ഇൻ വൺ വ്യൂ വിൽ ബി ഹിഡൻ. അപ്പോൾ Bയും Cയും Dയും ഡോട്ടഡ് ലൈൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതോടുകൂടി ഇത് കഴിഞ്ഞു, ഇത് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഈ ചിത്രം അതേമാതിരി നമ്മൾ ഇവിടെ വരച്ചു. ഇവിടെ നമുക്ക് ബീറ്റ ആംഗിൾ ഞാനിത് വരച്ചു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇതിൻ്റെ മേലോട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇതെല്ലാം പോയിട്ട് നമ്മൾ മുന്നേ ചെയ്ത മാതിരി കൃത്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമല്ലോ. ഞാനിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും ഒരു ഫൈനൽ വ്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, വൺ 2 3 4 5 6 സ്വന്തമായിട്ട് നിങ്ങൾ വരക്കുക. 45 degree on either side. So if I keep the set square on the
remaining is invisible. Coming for the corners, all the corners are visible to us. Therefore, we have 3 mm length which gives us the axis of this pyramid. Once you draw